നമ്മുടെ കമ്പനിയുടെ പ്ലാൻ ഇവിടെ പ്രസന്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ എല്ലാവരും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറയട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഉച്ചഭക്ഷണത്തിന്റെ ആലസ്യമാണോ ഇനി ബിരിയാണിന്റെ ആലസ്യം ഒന്നും അറിയത്തില്ല. എന്തായാലും ഒരു ഉറക്കം വരുന്ന ലക്ഷത്തിലാണ്. എന്തായാലും ഓക്കെ, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് സൗണ്ട് കുറച്ച് വെക്കുക. ബെല്ലടിക്കുകയാണെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് ഡിസ്റ്റർബ് ഉണ്ടാവാത്ത രീതിയിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. ഒരു നല്ല പിക്ചറൊക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡിജിറ്റൽ എന്ന വേർഡ് ഒരുപക്ഷെ നമുക്കധികം സുപരിചിതമായിട്ടുള്ള ഒരു വേർഡല്ല. ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ എന്ന രണ്ടും വാക്ക് കൂടിച്ചേർന്ന് ഉള്ള ഒരു ഇതാണ് ഡിജിറ്റൽ വേൾഡ്. Fijicard.com എന്ന നമ്മുടെ കമ്പനിയുടെ ഒരു തലവാചകം എന്ന രീതിയിൽ ഉള്ളതാണ് ഇത്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ രണ്ട് രീതിയിൽ ഇതിനകത്ത് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഫസ്റ്റ് ഇതിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിന് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ടെക്നോളജി ചേഞ്ചസ്. ഇതിനകത്തൊരു സെൽഫോണിന്റെ ലാൻഡ് ഫോണിന്റെ ഒക്കെ പടം കാണിക്കുന്നുണ്ട്. ടെക്നോളജി ചേഞ്ചസ് നിങ്ങൾ ആരുടെ അടുത്തും ഞാൻ പറയുന്ന കാര്യമില്ല. നമുക്കറിയാം 2016 മൊബൈൽ ഫോണിന്റെ ഒക്കെ വലിയ രീതിയിലുള്ള നെറ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം തന്നെ ആ 2016 ശേഷം നടന്നിട്ടുണ്ട്. അപ്പൊ അതില് നമ്മുടെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൽ നിന്നും നമ്മൾ സെൽഫോണിലേക്കും നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയും അങ്ങനെ പല രീതിയിൽ എത്തുന്ന AI വരെ എത്തി നിൽക്കുന്ന ടെക്നോളജി ചേഞ്ചസിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനി ലോകത്ത് ഏറ്റവും വേഗതയിൽ വളരുന്ന 4 മേഖലകളെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി രൂപീകൃതമായിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒന്ന് ഇ-കൊമേഴ്സ്, ഡയറക്ട് സെല്ലിംഗ്, റെഫറൽ മാർക്കറ്റിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇതിനകത്ത് കുറച്ച് വീടുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് നടത്തുന്ന ഏതിടപാടും, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു 2014 ശേഷം ടെക്നോളജി ചേഞ്ചസിൽ വന്ന ആളുകൾ ഫോണിലേക്ക്, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, ആ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ നെറ്റ് കാര്യങ്ങൾക്കൊക്കെ തന്നെ ഓൺലൈൻ എന്ന രീതിയിലേക്ക് പർച്ചേസ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തിരിയുമ്പോൾ അതെല്ലാം ഇ-കൊമേഴ്സിൽ വരുന്നതാണ്. അതുകൂടാതെ ഡയറക്ട് സെല്ലിംഗ്, ഒരു ഉൽപ്പന്നം ഉപഭോക്താവ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോക്താവിലേക്ക് എത്തുന്നത് നേരിട്ട് എത്തുന്ന രീതി. ഇപ്പൊ നേരിട്ട് എത്തുന്ന രീതിയിലല്ല നമ്മുടെ കൈകളിൽ എത്തുന്നത്, ആ നേരിട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് മേഖല കൂടി ലോകത്ത് വലിയ രീതിയിൽ വളരുന്നുണ്ട്. ആ ഒരു മേഖലയും അതുപോലെ റെഫറൽ മാർക്കറ്റിംഗ്, നമ്മൾ റെഫർ ചെയ്യപ്പെടുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരാളിലേക്ക് പറഞ്ഞെത്തിക്കുന്നതിലൂടെ അതിലൂടെയും ബിസിനസ് വളരുന്നുണ്ട് ഈ ലോകത്ത്. ആ രീതിയിലും വളരുന്ന ഒരു ബിസിനസ് മേഖല ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇത് ഒരുപക്ഷെ നമുക്ക് കൊറോണയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്തിട്ടുള്ളതാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ലഭ്യമാകും എന്നൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് ഒരു അപരിചിതമായ വേടാണെങ്കിൽ പോലും ലോകം വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരിതാണ്. കാരണം ആളുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൂടുതൽ സമയവും പണവും ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ 4 മേഖലകളെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. ഇ-കൊമേഴ്സ്, ഓൺലൈൻ, റീറ്റെയിൽ ലെർണിംഗ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ആ 4 മേഖലകളിൽ ഓരോന്നായിട്ടൊന്ന് വിശകലനം ചെയ്ത് കാണുകയാണ്. ഈ ഇ-കൊമേഴ്സ് റീറ്റെയിൽ റവന്യൂ ആണ് ഒരു വർഷാടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നത്. 2009 $390 കോടി ബിസിനസ് നടന്നെങ്കിൽ 2016 അത് $3800 കോടി ബിസിനസ്സിലേക്ക് വർദ്ധിച്ചു. ഞാൻ പറഞ്ഞു 2016 ടെക്നോളജി ചേഞ്ചസിന്റെ ഒരുപാട് മാറ്റം വന്ന സമയമാണ്. അപ്പൊ ആ സമയത്തേക്ക് ഈ ബിസിനസ് വലിയ രീതിയിൽ വലുതായി. 2026 ആവുമ്പോഴത്തേക്കും $20,000 കോടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഇതിന്റെ സക്സസ്ഫുൾ ആയ മോഡൽസ് ആണ് ഫേസ്ബുക്ക്, ആമസോൺ, പേപാൽ. ഈ നമ്മൾ ഇതുപോലെയുള്ള മോഡൽസ്, ഇതിന്റെ ഈ ഇ-കൊമേഴ്സിന്റെ മോഡൽസ് ആണ് നമ്മൾ ഇപ്പൊ നിലവിൽ സക്സസ് ആയിട്ടുള്ള മോഡൽസ് ആണ്. അടുത്ത് ഡയറക്ട് സെല്ലിംഗ് ഭൂമി. നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മേഖല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു. ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തുന്ന രീതിയിൽ അത് ഒരു രാജ്യ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ പോപ്പുലേഷൻ അനുസരിച്ച് അതിന്റെ ടേൺ ഓവർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഓരോ രാജ്യത്തിന്റെ USA 33 കോടി ജനമുള്ള USA-ൽ 3,37,810 കോടി ഇവിടെ ബിസിനസ് നടക്കുന്നുണ്ട്. അതേപോലെ ചൈന, ജപ്പാൻ, കൊറിയ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു കുഞ്ഞൻ രാജ്യം കിടപ്പുണ്ട്, മലേഷ്യ. നമ്മുടെ കേരളത്തിന്റെ അത്ര പോലും ജനസംഖ്യയില്ലാത്ത മലേഷ്യയിൽ 3 കോടി ജനമുള്ളൂ. അവിടെ $30,550 കോടി ബിസിനസ് നടക്കുന്നുണ്ട്.
അതേസമയത്ത് ഇന്ത്യയിൽ 140 കോടി, ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. ആ ഇന്ത്യയിൽ വെറും 19,000 കോടിയുടെ ബിസിനസ്സേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് എന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ആളിലേക്ക് എത്തുന്ന മേഖലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അതിന് വലിയൊരു സ്കോപ്പ് ഉണ്ട്. കാരണം ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന ജനസംഖ്യ കൂടുതലുള്ള സ്ഥലത്താണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് സ്കോപ്പുള്ള ഒരു മേഖലയാണ് ഇപ്പൊ നമുക്കുള്ളത്. അപ്പൊ ഇത് അത്രയ്ക്കും അതിന്റെ ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതുകൊണ്ടാണ് 2025 64,500 കോടിയുടെ ബിസിനസ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ 25-ന് അധികം ദിവസങ്ങളില്ല. നമുക്ക് ഇതിനകത്ത് നിലവിൽ തന്നെ 58 ലക്ഷത്തോളം ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിൽ തന്നെ 53% സ്ത്രീകളാണെന്നുള്ളതാണ്. അതായത് സ്ത്രീ ജനങ്ങൾക്കും ഇതിനകത്തൊരു തൊഴിലവസരം, വലിയ രീതിയിലുള്ള തൊഴിലവസരം ഉണ്ടെന്നുള്ളതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നവ സിലബസ്, അതായത് ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കേൾക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഈ പ്ലാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവരത് സിലബസ് ആയിട്ട് നമ്മുടെ വിവിധ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി അടക്കം ലോകത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഇതൊരു പാഠ്യ വിഷയമായി ഇരിക്കുകയാണ്. അതായത് മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ തലമുറ ഇങ്ങനെ നമ്മളൊരു നേരിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗിലൂടെ നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് അറിയുന്നു. അടുത്ത തലമുറ ഇത് കേൾക്കേണ്ട കാര്യമില്ല. അവരൊരു റൂമിലിരുന്ന് അടുത്ത ടെക്നോളജിയൊക്കെ ആ രീതിയിലേക്ക് വരുന്നത്, അവരിത് പഠിച്ചിറങ്ങിയിട്ട് അവർ ചെയ്യാൻ വരും. അപ്പൊ ഇന്ന് നമ്മൾ കയറി നിൽക്കേണ്ട ഒരു ആവശ്യകതയോട് കൂടി ഇതിനകത്തുണ്ട്. കാരണം ഇത് സിലബസ് ആയിട്ട് പിള്ളേർ പഠിച്ചു തുടങ്ങി. ഇനി ലീഗൽ സർട്ടിഫിക്കറ്റ്സ്. ഒരു കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ലീഗലായ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മുടെ പാൻ കാർഡ്,